കെട്ടുകഥ, കസേരകളി, കഥകളി. പൂരമായാലും കായികമേളയായാലും അതെങ്ങനെ കലക്കണമെന്ന് ഈ സർക്കാരിനെ ആരും പഠിപ്പിക്കേണ്ട. ബിരിയാണി തിന്നാനായി കായികമേളയിൽ എത്തിയതായിരുന്നു മന്ത്രി ശിവൻകുട്ടി. ബിരിയാണിയൊക്കെ കണ്ടപ്പോൾ മന്ത്രി വിചാരിച്ചു എല്ലാം അടിപൊളിയായിട്ടാണ് നടക്കുന്നതെന്ന്. എല്ലാം കൺട്രോളിലാണെന്നും ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡിലാണ് പരിപാടി നടക്കുന്നതെന്നും മന്ത്രി പറയേണ്ട താമസം പിന്നെ അടി തുടങ്ങാൻ അധികം സമയം വേണ്ടി വന്നില്ല. എന്താ അല്ലേ? അയ്യോ തമാശ ചേട്ടന്മാരെ, ഭയങ്കര തമാശ. ഞാനൊരു നുണ പറഞ്ഞു ഈ വട്ടന്മാരോട്, നമ്മുടെ ഗേറ്റിൽ കൊണ്ടുവന്ന് ബിരിയാണി വിതരണം ചെയ്യുന്നുണ്ടെന്ന്. എല്ലാ ഭ്രാന്തന്മാരും കൂടി ഇപ്പൊ കിട്ടും ബിരിയാണി എന്ന് പറഞ്ഞു ഓടിയത് ഞാനോട് പറ്റിച്ച്. അത് നീ പുറകെ ഓടുന്നുണ്ടല്ലോ, എന്തിനാ? ഇനി ചിലപ്പോ അവിടെ ബിരിയാണി കൊടുക്കണ്ടെങ്കിലാ പറയാൻ പറ്റൂലേ. ബിരിയാണിയാണെന്ന് അറിഞ്ഞോണ്ടാ വന്നത്. എല്ലാ ദിവസവും നമ്മൾ വൈകുന്നേരം യോഗം കൂടുമല്ലോ. അപ്പോൾ ഓരോ കേന്ദ്രങ്ങളിൽ എന്തൊക്കെയാണെന്ന് സംബന്ധിച്ചിടത്തോളം നമ്മൾ ചർച്ച ചെയ്യുമല്ലോ. അപ്പം ഇന്നലെ അവർ പറഞ്ഞു ഇന്ന് ബിരിയാണിയാണെന്ന് പറഞ്ഞു. അപ്പോൾ നേരത്തെ മത്സരം തീരാറായി. ഞാൻ രാവിലെ വന്നതാ. ഉച്ചക്ക് 12 മണി മുതൽ ഉച്ച തിരിഞ്ഞ് 3 മണി വരെ ഞാൻ പാരീസ് ഹോട്ടലിന് മുമ്പിൽ കാത്തുന്നതാ. തീ പാറണ വെയിലത്ത്. പറയുമ്പോ എനിക്ക് വേദനയുണ്ടടാ. എനിക്ക് ബിരിയാണി മാത്രം പോരാ, വീട്ടിലേക്ക് പാർസൽ വേണം. ഇന്റർനാഷണൽ ഒളിമ്പിക്സിൽ പോലും നടക്കാത്ത കാര്യമാണ് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പും ജനങ്ങളും കൂടെ നടത്തുന്നത്. എല്ലാം കൺട്രോളിലാണ്. ഒരു കുറവുകളും ഒരു സ്ഥലത്തും കാണുന്നില്ല. കഥകളി.